ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് സൺഡേ ആണ്, ഒരു അബാക്കസിൻ്റെ ടെസ്റ്റിന് പോവാണ്. അപ്പോൾ ഇവൻ എൻറോൾ ചെയ്തിട്ടുണ്ട് UC-MASസിലാണ് കേട്ടോ. അപ്പോൾ UC-MASസിൻ്റെ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനാണ്. അപ്പോൾ ഗുജറാത്ത് ലെവലിലുള്ളൊരു എക്സാമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇവന് വലിയ പ്രാക്ടീസ് ഒന്നുമില്ല. പക്ഷേ മാഡം പറഞ്ഞു ഇങ്ങനത്തെ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ ഇനി മുന്നോട്ടുള്ള എക്സാമുകളിലൊക്കെ അവന് മനസ്സിലാവുമല്ലോ ഇതെങ്ങനെയാണ് പാറ്റേൺ എന്നൊക്കെ. അപ്പോൾ ഒരു 8 മിനിറ്റിൽ 200 ക്വസ്റ്റ്യൻസാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ കാൽക്കുലേഷനാണ്. അപ്പോൾ അത് നല്ല പ്രാക്ടീസ് ഉള്ളവർക്കാണ് 8 മിനിറ്റിൽ 200 ചെയ്യാൻ പറ്റുള്ളൂ. ഷൗര്യയുടെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8 മിനിറ്റിൽ 50 തൊട്ട് 60 ക്വസ്റ്റ്യൻസാണ് കേട്ടോ. പക്ഷേ അവനത് ആ പെർഫോം ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഇത്രയും കുട്ടികളുടെ ഇടയിൽ ഇരിക്കണതും അതുപോലെ തന്നെ ഒരു വേറൊരു എന്താ പറയുക എൻവയോൺമെൻറ്റിലല്ലായിരുന്നു. അതുകൊണ്ട് അവൻ അത്രയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല അമ്മയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അത്രയ്ക്ക് പ്രഷർ കൊടുത്തിട്ടൊന്നല്ല ഇപ്പോൾ പഠിപ്പിക്കുന്നത്, ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പോൾ 8 മണിക്കായിരുന്നു റിപ്പോർട്ടിങ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു 7 മണിക്കൊക്കെ ഇറങ്ങിയിട്ട്, അപ്പോൾ വഴി വെച്ച് അവൻ ക്ഷീണിച്ച് കിടന്നിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ഇവിടെ പിള്ളേരെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമുക്ക് പുറത്ത് തന്നെ ഇരിക്കണം. പിന്നെ നമുക്ക് എക്സാം ഇങ്ങനെ ലൈവായിട്ട് കാണാനൊക്കെ പറ്റും. പക്ഷേ എല്ലാ കുട്ടികളും ഈ മഞ്ഞ യൂണിഫോമിലെ കാരണം നമ്മുടെ കുട്ടീനെ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഷൗരി ഇരിക്കുന്നത് ആദ്യത്തെ ബെഞ്ചിൽ തന്നെ ആയ കാരണം ഞാൻ അവനെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ബെഞ്ചിൽ തന്നെ രണ്ടാമതായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഇതുപോലെ പാരൻസൊക്കെ ഇങ്ങനെ കുറേ പുറത്തിരിക്കുന്നുണ്ട്. ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അല്ലേ. പിന്നെ ചാമ്പ്യൻസ് ആവുന്നവർക്കൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടാവുമായിരിക്കും. അതായത് 8 മിനിറ്റിൽ 200 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ അവൻ പറയായിരുന്നു നല്ല എളുപ്പമായിരുന്നു എന്നൊക്കെ പറയായിരുന്നു. എനിക്കത് കേട്ടിട്ട് ചിരി വരുമായിരുന്നു. അപ്പോൾ ഇതുപോലെയായിരുന്നു കേട്ടോ. ഇത് അവർ തന്ന ഒരു ഫൂട്ടേജാണ്. അപ്പോൾ ഇതുപോലെയായിരുന്നു പിള്ളേർ. ആദ്യത്തൊക്കെ ഇരിക്കുന്നത് ലെവൽ 1 ആയിരിക്കും, പിന്നെ അവസാനം ഇരിക്കുന്നതായിരിക്കും കേട്ടോ ലെവൽ 8 ഒക്കെ. അതായത് ഭയങ്കര സ്പീഡിൽ ചെയ്യുന്ന പിള്ളേരൊക്കെ. ഇതൊരു നല്ല പരിപാടിയാണ്. എന്താണെന്ന് വെച്ചാൽ മെൻ്റൽ കാൽക്കുലേഷൻ ആണല്ലോ. അതുകൊണ്ട് കോൺസെൻട്രേഷൻ കൂട്ടാനും, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ചാമ്പ്യൻ അല്ലെങ്കിൽ ആവണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കുട്ടിയുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി കൂട്ടാനൊക്കെ ഇത് അടിപൊളിയായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പിക്ചർ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ബൈ.